നമസ്കാരം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും. നിങ്ങൾ എൻ്റെ ഈ മലയാളി സമൂഹം എന്നുള്ള ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ തിരുനാവായയിൽ നിന്ന് മാമാങ്ക സ്മരണകളെക്കുറിച്ചുള്ള വീഡിയോ ആണ്. മാമാങ്ക സ്മരണയിൽ പറയുന്ന പരമാവധി സ്ഥലങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. ദയവ് ചെയ്ത് അങ്ങനെ ഒരു കാര്യം ചെയ്യുക. തിരൂര് തിരുനാവായ റൂട്ടിൽ ഈ കാണുന്ന സ്ഥലം കൊടക്കൽ എന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ആ ബസ് വരുന്ന വഴി നമ്മൾ തിരിഞ്ഞാൽ ഒരു 200 മീറ്റർ വന്നാൽ ഇവിടെ എത്തും. ഇവിടെ നമ്മൾ ഇടത്ത് വശത്ത് കാണുന്നതാണ് മണിക്കിണറിൻ്റെ സ്ഥാനം. ഇവിടെ നിന്ന് നമ്മൾ മണിക്കിണർ കാണാൻ വേണ്ടി വാഹനം നിർത്തി നടന്ന് പോവുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ വഴിക്കിൽ ഒരു ബോർഡ് കാണാം. ഈ ബോർഡ് മണിക്കിണർ എവിടെയാണെന്നുള്ളത് സൂചനാ ബോർഡാണ്. ഇതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് മണിക്കിണർ എന്ന്. ഈ മണിക്കിണറാണ് നമ്മൾ ആദ്യമായി കാണുന്നത്. മണിക്കിണർ കാണുന്നതിന് ഇങ്ങനെ 2-3 സ്റ്റെപ്പുകൾ നമ്മൾ ഇറങ്ങിച്ചെന്നാൽ ആ മണിക്കിണർ എന്ന ചരിത്ര സംഭവം നമുക്ക് കാണാം. അതിനെ ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ ഇടത് ഭാഗത്ത് മണിക്കിണറിനെ കുറിച്ചുള്ള വിവരണം നമുക്ക് കാണാൻ കഴിയും. ഈ മണിക്കിണർ എന്ന് പറയുന്നത് മാമാങ്കത്തിൽ മരണപ്പെട്ടിരുന്ന വള്ളുവനാട്ടിലെ ചാവേറുകളെ കൂട്ടത്തോടെ സംസ്കരിച്ചിരുന്ന കിണർ എന്ന് പറയപ്പെടുന്നു. മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മണിക്കിണറിലിട്ട് ആനകളെ കൊണ്ട് ചവിട്ടി നിറയ്ക്കുകയായിരുന്നു എന്നും ആണ് പറയപ്പെടുന്നത്. നമുക്ക് ഇതിൻ്റെ ചുറ്റും നടക്കാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ ഒരു ബോർഡ് കാണാം. ഇത് തിരുനാവായയിലെ നമുക്ക് സന്ദർശിക്കാവുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഒരു സൂചനാ ബോർഡാണ്. മാമാങ്ക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് ഇത്. ഈ കിണർ അത്യാവശ്യം ആഴമുള്ളതാണ്. അതിന് 2 സ്റ്റെപ്പുകളുണ്ട്. ഒരു സ്റ്റെപ്പ് നമുക്ക് ഇറങ്ങിച്ചെല്ലാം, വേണമെങ്കിൽ നമുക്ക് ഇറങ്ങിച്ചെല്ലാവുന്നതാണ്. അത് കഴിഞ്ഞുള്ള മേലെയുള്ള സ്റ്റെപ്പാണ് നമുക്ക് ഈ കിണറിനെ ചുറ്റി നടക്കാൻ കഴിയുന്ന സ്റ്റെപ്പ്. 755 അവസാനമായി മാമാങ്ക നടന്നത് എന്ന് പറയപ്പെടുന്നു. ഇവിടെ നമ്മളിങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചെയർ കാണാം. ഇതിൽ നമുക്ക് വിശ്രമിക്കാവുന്നതാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വിശ്രമിക്കുന്നതിനും മറ്റും ആളുകൾ വരികയും അവിടെ പുസ്തകമോ മറ്റോ വായിച്ചിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു സൂചന കൂടിയാണ് നമ്മൾ ആ ചെയർ കണ്ടത്. ഇവിടെ ഇങ്ങനെ ഈ കിണറിന് ചുറ്റും കറങ്ങി നടക്കുമ്പോൾ നമുക്ക് അവിടേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പ് ആദ്യം കണ്ടതാണ്. അത് വീണ്ടും ഒന്ന് കാണാം. ഈ സ്റ്റെപ്പിലൂടെ നമുക്ക് ഇറങ്ങാവുന്നതാണ്. അങ്ങനെ ഇറങ്ങി താഴെ വന്നാൽ ആ തൊട്ട് അടിയത്തെ സ്റ്റെപ്പ് നമുക്ക് കാണാം. ആ സ്റ്റെപ്പിലൂടെ നമുക്ക് ഇറങ്ങാം. അത് കഴിഞ്ഞാണ് കിണർ. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നമ്മുടെ സൗകര്യാർത്ഥം സർക്കാർ ഉണ്ടാക്കിയതാണ് ഈ പുതിയ നിർമ്മിതികൾ. ഇവിടെ നിന്ന് കൊടക്കൽ ചെന്ന് കുറ്റിപ്പാറ റോഡിന് വീണ്ടും പോയാൽ നമുക്ക് നിലപാട് തറയിൽ എത്താം. നിലപാട് തറയിലേക്കുള്ള യാത്രക്കിടയിൽ പെട്ടെന്ന് മഴ പെയ്തു. അതിശക്തമായ മഴ പെയ്തപ്പോൾ ഞാനൊരു സ്ഥലത്ത് കയറി നിന്നു. ആ സമയത്ത് റോഡിൻ്റെ വശത്ത് കണ്ട ഒരു സാധനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതാണ് പണ്ട് കാലത്ത് നമ്മൾ റോഡ് അമർത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഇന്നത്തെ റോഡ് റോളർ. അതിന് ഉരുട്ടിക്കല്ല് എന്നാണ് ആ കാലത്ത് പറഞ്ഞിരുന്നത്. ഇത് റോഡിൻ്റെ സൈഡിൽ വശം ചേർത്ത് ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ ബോർഡും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ളതാണ്. ഇതൊന്ന് കാണിക്കാൻ കാരണം ഇത് നമ്മുടെ മാമാങ്ക സ്മരണകളിൽ പെട്ടതല്ല, എന്നാലും ഒരു പ്രത്യേകത കണ്ടതുകൊണ്ട് കാണിക്കുന്നു എന്ന് മാത്രം. ഇതാണ് ഉരുട്ടിക്കല്ല് അഥവാ റോഡ് റോളർ. മഴ വീണ്ടും കുറഞ്ഞപ്പോൾ ഞാൻ നിലപാട് തറ കാണുന്നതിന് വേണ്ടി പോയി. അവിടുത്തെ ഗേറ്റാണ്. ഈ ഗേറ്റ് കുറ്റിയിട്ടിരിക്കുകയായിരുന്നു. അത് തുറന്ന് ഉള്ളിൽ കയറി അവിടെ ഒരു മൈതാനം പോലെ ഒരു സ്ഥലമാണ് കാണുന്നത്. നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു പുൽമേട്. അത് കൃത്രിമമായി ഉണ്ടാക്കിയൊന്നുമല്ല, പ്രകൃത്യാ ഉണ്ടായത് തന്നെയാണ്. അത് വൃത്തിയായി സൂക്ഷിക്കുന്നൊന്നുമില്ല. അവിടെ
ചപ്പും ചവറൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ സ്വതവേ മഴ പെയ്തുകൊണ്ടും മഴക്കാലമായതുകൊണ്ടും കുറച്ച് ചളിയും കാര്യമൊക്കെ ഉണ്ട്. ചളിയിലൂടെ വേണം നമ്മൾ നടന്നു പോകാൻ. അതിലൂടെ നടന്ന് നമ്മളങ്ങനെ ഈ നിലപാട് തറയെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെള്ളക്കെട്ടുകളൊക്കെ കാണാം. അത് മഴക്കാലമായതുകൊണ്ട് മാത്രമാണ്. മഴക്കാലം അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും അങ്ങനെ നമ്മൾ നിലപാട് തറയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് നിലപാട് തറ. ഇതാണ് നിലപാട് തറ. ഇവിടെ മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷനായ രാജാവ് എഴുന്നള്ളി അധികാരത്തിൻ്റെ ചിഹ്നമായ വാളും പിടിച്ച് നിന്നിരുന്ന സ്ഥലമാണ് ഈ നിലപാട് തറ. ഈ നിലപാട് തറയുടെ മുകളിൽ നമുക്ക് ഇങ്ങനെ ചില സാധനങ്ങൾ കാണാവുന്നതാണ്. ഈ നിലപാട് തറയെ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ നമുക്ക് മുകളിലായി ഒരു കരിങ്കല്ലിൻ്റെ ഒരു രൂപം കാണാം. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കറങ്ങി വരുമ്പോൾ ഈ തറയുടെ ഒരു വശത്തായി ഒരു ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു തൊട്ടി പോലെ ഒരു സാധനം നമുക്ക് കാണാം. അത് ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചാണ്. ഏതോ കാലത്ത് നിർമ്മിച്ചാവാം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എന്നാലും ഒരു ചെങ്കൽ തൊട്ടി എന്ന് പറയാവുന്ന ഒരു സാധനം നമുക്ക് കാണാം. ആദ്യം കണ്ട കരിങ്കൽ തറയാണ് നമ്മളാ കാണുന്നത്. അതും കണ്ട് നമുക്ക് വീണ്ടും ഇത് കറങ്ങി വരാവുന്നതാണ്. ഈ നിലപാട് തറയുടെ ഇടയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഇങ്ങനെ ഒരു കിണറാണ്. ഇങ്ങനെ ഒരു കിണറും കൂടി നമുക്ക് നിലപാട് തറയിലായിട്ട് കാണാൻ കഴിയും. ആ കിണറിൻ്റെ അപ്പുറത്തായി നിലപാട് തറയെക്കുറിച്ചുള്ള ഒരു വിവരണം ബോർഡിലാക്കി വെച്ചിട്ടുണ്ട്. അതിന് പുറമെ മാമാങ്കത്തിൻ്റെ ഒരു വിവരണവും ഉണ്ട്. ഈ ബോർഡുകൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇത് മാമാങ്കത്തെക്കുറിച്ചുള്ള വിവരണമാണ്. ഈ വിവരണം ഞാൻ ഈ വീഡിയോയുടെ അവസാനം നൽകുന്നതായിരിക്കും. അതിനു പുറമെ നിങ്ങൾക്കും ഇത് കൃത്യമായി വായിക്കാനുള്ള താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ ഇത് വ്യക്തമായിട്ട് കാണിക്കുന്നത്. മുൻപ് പറഞ്ഞ നിലപാട് തറയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ്. ഇതും നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നിലപാട് തറയുടെ മുകളിൽ കയറിയാൽ നമുക്ക് ആ കിണറും അതിനോടനുബന്ധിച്ചുള്ള മറ്റുള്ള കാര്യങ്ങളും വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഈ കിണറിൽ നിന്ന് വളരെ കുറച്ച് ഒരു 10-12 അടി വിട്ടാണ് ഞാൻ പറയുന്ന ആ ഒരു കരിങ്കല്ലിൻ്റെ ഒരു സ്തൂപം അത് നിൽക്കുന്നത്. ഇത് വിളക്കുമാടമാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അല്ലാണ്ട് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ചരിത്ര പ്രാധാന്യം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിലപാട് തറ കണ്ട് പുറത്തേക്ക് ഇറങ്ങി തിരുനാവായ റൂട്ടിൽ ഒരു 200 മീറ്റർ പോയാൽ ഇടത്തോട്ട് തിരിഞ്ഞ് നമുക്ക് മരുന്നറ എന്ന സ്ഥലത്തെത്താം. മരുന്നറ എന്ന് ആണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് ഞാൻ ചെന്ന സമയത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ എന്തോ വർക്ക് നടക്കുകയാണ്, അതുകൊണ്ട് പൂട്ടിയിട്ടതാണ് എന്ന് ആണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ യുദ്ധത്തിനാവശ്യമായ വെടിക്കോപ്പുകളും മറ്റും സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് എന്ന് പറയപ്പെടുന്നു. മരുന്നറ കണ്ടിറങ്ങി നമ്മൾ തിരുനാവായ റൂട്ടിൽ തന്നെ വീണ്ടും മുന്നോട്ട് പോവുക. അവിടെ നിന്ന് തിരുനാവായയിലെത്തി തിരുനാവായയിൽ നിന്ന് കുറ്റിപ്പുറം റൂട്ടിൽ ഒരു 250 മീറ്റർ പോയാൽ ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു ചെറിയ കയറ്റം കയറി വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് ചങ്ങമ്പള്ളി കളരി എന്ന അടുത്ത ഒരു സ്ഥലം, മാമാങ്കവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം കാണാം. കളരി പടയാളികളുടെ ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയും മാമാങ്കത്തിൽ പരിക്കേറ്റ സാമൂതിരിയുടെ അംഗരക്ഷകരെ പരിചരിക്കുന്നതിന് വേണ്ടിയും സ്ഥാപിച്ചതാകാം എന്ന് കരുതപ്പെടുന്നു. നേരെ മുന്നിൽ കാണുന്ന അതാണ് കളരി. ഇവിടെ നല്ല വൃത്തിയായി ചെങ്കല്ല് പതിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് ചില ഇരിപ്പിടങ്ങൾ ഇരിക്കുവാൻ വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ വിശ്രമിക്കാനും മറ്റുള്ള സൗകര്യമുണ്ട്. വൈകുന്നേരങ്ങളിൽ മറ്റും വന്ന് മഴയില്ലാത്ത സമയത്തൊക്കെ വിശ്രമിക്കുകയും വായനയോ മറ്റുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യാം. ഈ ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന
ഭാരതപ്പുഴയുടെ തീരത്തെ തിരുനാവായയിൽ 12 വർഷത്തിൽ ഒരിക്കൽ ഒരു മാസക്കാലം നീണ്ടുനിന്ന ബൃഹത്തായ ഉത്സവമായിരുന്നു മാമാങ്കം. മാഘമാസത്തിലെ മകം നാളിലെ ഉത്സവമാണ് മാമാങ്കം ആയത്. ഇത് ഒരു കാർഷിക ഉത്സവമായിരുന്നു. നാനാജാതി മതസ്ഥരും പങ്കെടുത്തിരുന്നു. ചേര ഭരണത്തിൻ്റെ അധപ്പതനത്തോടെ നടത്തിപ്പവകാശം വള്ളുവനാട്ടിലെ ഭരണാധികാരികളായിരുന്ന വള്ളുവ കോനാദ്രിമാർക്ക് ലഭിച്ചു. മാമാങ്കത്തിന് ആതിഥ്യം നൽകുന്നത് അന്തസ്സിൻ്റെ ചിഹ്നമായതിനാൽ രാജാക്കന്മാർ പരസ്പരം മത്സരിച്ചു. കോഴിക്കോട് സാമൂതിരി തിരുനാവായയിൽ കൂടി അദ്ദേഹത്തിൻ്റെ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ അദ്ദേഹമായി മാമാങ്കത്തിൻ്റെ നടത്തിപ്പുകാരൻ. സാമൂതിരിപ്പാടിൻ്റെ മേൽക്കോയ്മയോടുള്ള പ്രതിഷേധ സൂചകമായി വള്ളുവ കോനാതിരി ചാവേറുകളെ തിരുനാവായയിലേക്ക് അയച്ചിരുന്നു. പൂർവികർക്കായുള്ള പ്രതികാരം നിർവഹിക്കുന്നതിനായി ചാവേറുകൾ സാമൂതിരിയോട് പടപൊരുതി പോന്നു. AD 1755 അവസാനമായി മാമാങ്കം ഉത്സവം നടന്നത് എന്ന് പറയപ്പെടുന്നു. മാമാങ്കത്തിൻ്റെ ചരിത്രം അഥവാ ഐതിഹ്യം. ചരിത്രം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ചരിത്രം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഐതിഹ്യം എന്നുകൂടി കൂട്ടി പറയുന്നത്. കാരണം ഇതിൽ കുറേ കാര്യം ഐതിഹ്യം അല്ലെങ്കിൽ പറഞ്ഞിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ചില കാര്യങ്ങളെ ഐതിഹ്യം എന്നുകൂടി പറയുന്നത്. എന്തായാലും മാമാങ്കം എന്ന ഒരു ബൃഹത്തായ ഉത്സവം ഈ തിരുനാവായയിൽ നടന്നിരുന്നു എന്നുള്ളതിനുള്ള സൂചനകളാണ് ഇവിടെ നമ്മൾ കാണുന്ന ഇതിൻ്റെ അവശിഷ്ടങ്ങൾ. ഈ കളരി ഇങ്ങനെ ചുറ്റി നമുക്ക് വരാം. ഇവിടെ ഒരു ചെറിയ വിളക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ആധുനിക വിളക്കാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ കളരിത്തറ കാണാം. ഈ കളരിത്തറ ഇപ്പോൾ നന്നാക്കിയതാണ്. പഴയ കളരിത്തറ പൊളിഞ്ഞപ്പോൾ വീണ്ടും സിമൻ്റൊക്കെ ചെയ്ത് വൃത്തിയാക്കി നന്നാക്കിയ ഒരു കളരിത്തറയാണ്. ഈ കളരിത്തറ കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തൊരു പ്ലാവിൻ്റെ ചുറ്റും തറ കെട്ടിയിട്ടുള്ളൊരു പ്ലാവ്. ഈ ഇവിടെ ആയുധങ്ങൾ കുഴിച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഈ പ്ലാവ് നിൽക്കുന്നത്, അല്ലെങ്കിൽ പ്ലാവ് വെച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിലുള്ളതാണ് ഇത്രയും സമയം നമ്മൾ കണ്ട എല്ലാ സ്മാരകങ്ങളും. അതുകൊണ്ട് തന്നെ കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിനും അതിലെ ഉദ്യോഗസ്ഥർക്കും അതിൻ്റെ ഭരണാധികാരികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു.